കടലിനിക്കരെയുള്ള ഗ്രാനഡ എന്നാണ് ടിറ്റുവാൻ നഗരം അറിയപ്പെടുന്നത്. ഒരു കാലത്ത് സ്പെയിനിലായിരുന്നു ഇവിടെയുള്ളവർ ജീവിച്ചത്. അവിടെ കത്തോലിക്കൻ സഭയുടെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കടൽ കടന്നിക്കരെ ആഫ്രിക്കയിലേക്ക് വന്ന ഈ ഒരു ജനത പഴയ സ്പെയിനിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് അതേ രീതിയിലൊരു നഗരം ടിറ്റുവാനിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കടലിനിക്കരെയുള്ള ഗ്രാനഡ എന്ന് ടിറ്റുവാൻ അറിയപ്പെടുന്നതും. ചരിത്രം നാം വായിച്ചു മനസ്സിലാക്കിയതിനേക്കാളെല്ലാം വാചാലമായി ബാക്കിവെച്ച കുറെ അടയാളങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. ഒറ്റനോട്ടത്തിൽ ക്രൂരതയുടെയോ പകയുടെയോ അംശങ്ങളൊന്നും തന്നെ അവയിൽ കാണാൻ കഴിയണമെന്നില്ല. എന്നല്ല, പ്രഥമ ദൃഷ്ടിയിൽ അതീവ ഹൃദ്യവും ഒരു വേള നമ്മെ അമ്പരപ്പിക്കുന്നതുമായ കാഴ്ചകളായിരിക്കും ഇത്. ഉദാഹരണത്തിന് ഇക്കാണുന്ന ടിറ്റുവാൻ നഗരം. നിറയെ വെളുത്ത കെട്ടിടങ്ങൾ മാത്രമുള്ള, ഒറ്റനോട്ടത്തിൽ ഏതോ യൂറോപ്യൻ നഗരത്തെ അനുസ്മരിപ്പിക്കുന്ന ടിറ്റുവാന് മധ്യകാലഘട്ടത്തിൽ നടന്ന ഭയാനകമായ ഒരു പലായനത്തിന്റെ കഥ പറയാനുണ്ട്. നിലവിൽ മനുഷ്യാവകാശങ്ങളുടെ ചാമ്പ്യന്മാരായി ഉയർന്നു നിൽക്കുന്ന യൂറോപ്പ് ഒരു കാലത്ത് യഹൂദരോടും മുസ്ലിങ്ങളോടും ചെയ്തു കൂട്ടിയ രക്തമുറയുന്ന ഭീകരതയുടെ ബാക്കി പത്രമാണ് വടക്കൻ മൊറോക്കോയിലെ ഈ തീരദേശ നഗരം. ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ നേരെ അങ്ങേപ്പുറത്ത് സ്പെയിനിലെ ഗ്രാനഡയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്ന ഒരു ജനതയുടെ പിൽക്കാല തലമുറകളാണ് ഇവിടെ ജീവിക്കുന്നത്. ലിറ്റിൽ ഗ്രാനഡ എന്നും ഗ്രാനഡയുടെ മകൾ എന്നുമൊക്കെയാണ് ഈ നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ. മൊറോക്കോയിൽ നിന്നും സ്പെയിനിലേക്ക് പോയ താരിഖ് ബിൻ സിയാദിൽ ആകൃഷ്ടരായി ഇസ്ലാം മതത്തിന് വ്യാപകമായ തോതിൽ സ്വീകാര്യത ലഭിച്ച സ്പെയിനിലെ നഗരമായിരുന്നു ഗ്രാനഡ. സ്പാനിഷ് നഗരങ്ങളായ കൊർദോബയിലും സെവിയ്യയിലും മലാഗയിലുമൊക്കെ അക്കാലത്ത് ഇസ്ലാം മതം പടർന്നു പന്തലിച്ചു. തങ്ങളുടെ സാംസ്കാരിക ഭൂമികയിലേക്ക് കടന്നുവന്ന ഇസ്ലാമിനെ അംഗീകരിക്കാൻ ചർച്ചിന് കഴിയാതിരുന്നപ്പോഴാണ് അവർക്ക് നേരെ 14-ാം നൂറ്റാണ്ടിനൊടുവിൽ വംശഹത്യകൾക്ക് തുടക്കമായത്. സ്വാഭാവികമായും മറ്റൊരു സെമിറ്റിക് മതവിഭാഗമായ യഹൂദർക്ക് നേരെയും ആക്രമണങ്ങൾ വ്യാപകമായി. ഇസ്ലാമിന്റെയും ജൂതമതത്തിന്റെയും ചിഹ്നങ്ങൾ പോയിട്ട് പേരുകൾ പോലും വിലക്കപ്പെട്ടു. ക്രിസ്തുമതമല്ലാത്ത ഏതെങ്കിലും വിശ്വാസധാര ഉൾക്കൊള്ളുന്നവർ നിഷ്കരുണം വധിക്കപ്പെട്ടു. ഇസബെല്ല രാജ്ഞിയുടെ കാലത്ത് റീകോൺകിസ്റ്റ എന്ന പേരിൽ നടന്ന ഈ നരനായാട്ടിനൊടുവിലാണ് ഗ്രാനഡയിൽ നിന്നും ഒരു ജനത ടിറ്റുവാനിലേക്ക് കുടിയേറിയത്. മൊറോക്കോയിലെ പൊതു ആഫ്രിക്കൻ ചിഹ്നങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സ്പാനിഷ് മാതൃകയിൽ ഈ നഗരത്തിലെ കെട്ടിടങ്ങൾ ഉയർന്നു വരാനുണ്ടായ കാരണം അതായിരുന്നു. വിട്ടെറിഞ്ഞു പോരാൻ നിർബന്ധിതരായ ജന്മനാടിനെ പഴയ ഗ്രാനഡക്കാർ മറ്റൊരു വൻകരയിൽ അതേപടി പകർത്തിവെച്ചപ്പോഴാണ് ടിറ്റുവാൻ എന്ന ഈ നഗരം ഉയർന്നു വന്നത്. എത്രത്തോളം എന്നാൽ ഇസബെല്ല രാജ്ഞിയുടെ നേതൃത്വത്തിൽ റീകോൺക്വിസ്റ്റ് കത്തിനിന്ന കാലത്ത് സ്പെയിനിൽ കുഞ്ഞുങ്ങൾക്ക് മുസ്ലിം പേരുകൾ നൽകുന്നതും അറബ് വസ്ത്രങ്ങൾ ധരിക്കുന്നതും സാംസ്കാരികമായ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്നതും വിലക്കപ്പെട്ടു. മസ്ജിദുകൾ ചർച്ചുകളായി മാറ്റുകയോ ഇടിച്ചു നിരത്തപ്പെടുകയോ ചെയ്തു. വീടുകൾക്കകത്ത് അടച്ചിട്ട മുറികളിൽ സ്വന്തം മക്കളെപ്പോലും അറിയിക്കാതെ രഹസ്യമായാണ് നമസ്കാരം നിർവഹിച്ചതെന്നാണ് അക്കാലത്തെ കഥകൾ പറയുന്നത്. പ്രായപൂർത്തി എത്തിയതിനു ശേഷം മാത്രമാണ് മക്കളോട് യഥാർത്ഥ പേരും സ്വന്തം ഐഡന്റിറ്റിയും മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നത്. രഹസ്യമായി ഇസ്ലാം മതം ആചരിക്കുന്നത് പിടിക്കപ്പെട്ടാൽ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും നാടുകടത്തുകയും ചെയ്യുന്നത് മുതൽ വധശിക്ഷ വരെ സർവ്വസാധാരണമായിരുന്നു. ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി കുരിശുപാടങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിഭയാനകമായ ആ കാലഘട്ടത്തിനൊടുവിൽ സഹികെട്ടപ്പോഴാണ് ഗ്രാനഡക്കാർ കപ്പൽ കയറി ടിറ്റുവാൻ, ചെഫ്ചോവാൻ, റബാത്ത് പോലുള്ള മൊറോക്കൻ നഗരങ്ങളിലേക്ക് കുടിയേറിയത്. ടിറ്റുവാൻ നഗരം കാലക്രമത്തിൽ പഴയ ഗ്രാനഡയുടെ തനിപ്പകർപ്പായി മാറി. നഗരത്തിന്റെ വ്യാപാര കേന്ദ്രമായ മദീനയുടെ ചത്തുരത്തോട് ചേർന്ന പ്രധാന കെട്ടിടത്തിൽ കാണുന്ന ഈ ചിഹ്നമാണ് മൊറോക്കോക്കാരുടെ രാജകീയ മുദ്ര. ഈ ചത്തുരത്തിന്റെ നേരെ എതിർഭാഗത്താണ് ടിറ്റുവാനിലെ ഗവർണറുടെ ഭവനം. ഖലീഫയുടെ വസതി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിന്റെ മുകളിൽ കാണുന്ന ഈ ലൈറ്റുകളുടെ അലങ്കാരത്തിന് നാം പുറമേ കാണുന്ന ദൃശ്യഭംഗി മാത്രമല്ല ഉള്ളത്, ഇതൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അടയാളം കൂടിയാണ്. അതിനകത്ത് നിരവധി സാംസ്കാരിക ചിഹ്നങ്ങളുണ്ട്. അറ്റ്ലസ് പർവ്വതവും സിംഹങ്ങളും സുലൈമാൻ നബിയുടേതെന്ന് വിശ്വസിക്കുന്ന 5 നക്ഷത്രങ്ങളും ഖുർആനിൽ നിന്നുള്ള ഒരു വചനവുമുണ്ട്. സുലൈമാൻ നബിയുടെ 5 നക്ഷത്രങ്ങളെ പോലെ സാംസ്കാരികമായി ഏറെ പെരുമ നേടിയ മറ്റൊരു ചിഹ്നവും മൊറോക്കോയിലുണ്ട്. ഫാത്തിമയുടെ കൈപ്പത്തി അല്ലെങ്കിൽ 5 എന്ന അർത്ഥത്തിൽ ഹംസ എന്നാണ് ഇതറിയപ്പെടുന്നത്. കരിങ്കണ്ണറിൽ വിശ്വാസമുള്ളവർ അതിൽ നിന്നും രക്ഷപ്പെടാനായി വീടുകളിലും സ്ഥാപനങ്ങൾക്ക് മുകളിലും മറ്റും പതിച്ചു വെക്കുന്ന ഒരു അടയാളമാണിത്. എന്നാൽ ഇതൊരു ഇസ്ലാമിക സങ്കല്പം മാത്രമല്ല. ജൂതമത വിശ്വാസികളിൽ മറിയത്തിന്റെ കൈപ്പത്തി എന്നാണ് ഇതറിയപ്പെടുന്നത്. യേശുവിന്റെ മാതാവായ മേരിയല്ല, പ്രവാചകനായ മൂസയുടെ സഹോദരിയായ മറിയമാണ് ജൂതസങ്കല്പത്തിലുള്ളത്. ടിറ്റുവാൻ നഗരത്തിന്റെ ജനജീവിതത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ചത്തുരത്തിനു ചുറ്റുമായി വൈകുന്നേരങ്ങളിൽ വികസിക്കുന്നത്. ഖലീഫയുടെ വസതിയുടെ ഓരം ചേർന്ന് പഴയ മാർക്കറ്റിനകത്തേക്ക് പോകുന്ന റോഡിൽ രാപ്പകൽ ഭേദമന്യേ ജനത്തിരക്കുണ്ട്.
ഈ മാർക്കറ്റിലൂടെയാണ് ടിറ്റുവാനിലെ ടാനറിയിലേക്ക് എത്തിച്ചേരുന്നതും. ഫെസ്സിലെയും മറാക്കിഷിലെയും പോലെ തുകലുൽപ്പന്നങ്ങൾക്ക് പേരുകെട്ട നഗരമാണ് ടിറ്റുവാനും. എന്നാൽ ടിറ്റുവാൻ നഗരത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയായി ജേർണിസ്റ്റിന് തോന്നിയത് ഇതൊന്നുമല്ല. സ്പെയിനിൽ നിന്ന് ആരാണോ ഇവിടുത്തുകാരെ 5 നൂറ്റാണ്ട് മുമ്പേ ആട്ടിയോടിച്ചത്, ആ അസഹിഷ്ണുത ഇവിടെയുള്ളവർ തങ്ങളുടെ വേട്ടക്കാരുടെ പിൽക്കാല തലമുറകളോട് തിരികെ ചെയ്തിട്ടില്ല. 2 വലിയ ചർച്ചുകളെങ്കിലും നഗരത്തിലുണ്ട്. മൊറോക്കോ സ്പാനിഷ് ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പണികഴിപ്പിക്കപ്പെട്ട ചർച്ചുകളാണ് ഇവയെങ്കിലും നഗരത്തിന്റെ ചരിത്രവുമായി അവയെ ചേർത്ത് വെക്കുമ്പോൾ സഹിഷ്ണുതയുടെ വലിയ പ്രതീകങ്ങളായാണ് അവ മാറുന്നത്. സാംസ്കാരികമായി ഏറെ വളർച്ച നേടിയിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്നവർ പോലും പോയ കാലത്ത് മനുഷ്യൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പുതിയ കാലത്ത് പകവീട്ടാൻ നടക്കുന്നതിനിടയിൽ ടിറ്റുവാൻ വലിയൊരു മാതൃകയായാണ് മാറുന്നത്. ഫ്രാൻസിസ്കൻ സഭ 19-ാം നൂറ്റാണ്ടിൽ മൗല അൽ മഹദി റോഡിനോട് ചേർന്ന് പണിത സെന്റ് മേരി ചാപ്പലാണ് പിന്നീട് ഇന്നത്തെ വിക്ടോറിയ ചർച്ചായി ഉയർന്നു വന്നത്. ഞായറാഴ്ച കുർബാന മുറതെറ്റാതെ നടക്കാറുള്ള ഈ ചർച്ചിന് നഗരജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് ജേർണിസ്റ്റിന് മനസ്സിലാക്കാനായത്. നഗരവാസികൾക്ക് ഭാഷാപഠനം, തയ്യൽ, പാചകം മുതലായവയിൽ പരിശീലനം നൽകുന്ന ഈ ചർച്ചിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. മുഹമ്മദ് 5-ാമൻ രാജാവിന്റെ പേരിലുള്ള തെരുവിൽ ചുവന്ന നിറത്തിൽ നഗരമധ്യത്തിലായി ഉയർന്നു നിൽക്കുന്ന ഈ ചർച്ചാണ് ലേഡി ഓഫ് പെർപ്പച്വൽ ഹെൽപ്പ്. മൊറോക്കോ സ്പെയിനിന്റെ അധിനിവേശത്തിന് കീഴിലുണ്ടായിരുന്ന കാലത്ത് ആശുപത്രി സ്ക്വയർ ആയി അറിയപ്പെട്ട കവലയിലാണ് അന്തലൂസിയൻ, മൂറിഷ് ശൈലികൾ കൂട്ടിയോജിപ്പിച്ച ഈ ചർച്ച്. സ്വന്തം നാട്ടിൽ ഒരു കാലത്ത് ഉൾക്കൊള്ളാനാവാതെ പോയ ഇസ്ലാമിക വാസ്തുവിദ്യയെ പിൽക്കാലത്ത് മൊറോക്കോ പിടിച്ചെടുക്കാനെത്തിയപ്പോൾ സ്പാനിഷ് ഭരണാധികാരികൾ അംഗീകരിച്ചു എന്നതാണ് ഈ ചർച്ചിന്റെ സുപ്രധാനമായ വശം. നഗരത്തിലെ ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണം താരതമ്യേന തുച്ഛമാണെങ്കിലും ഈ 2 ചർച്ചുകളും ഇന്നും ടിറ്റുവാൻ നഗരത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി നിലകൊള്ളുന്നുണ്ട്. നഗരത്തിലെ ഏറ്റവും വലിയ മസ്ജിദിന്റേതാണ് ഈ ദൃശ്യങ്ങൾ. അതിനകത്തെ അലങ്കാരപ്പണികൾ ഗ്രാനഡയിലെ പഴയ പള്ളിയിൽ നിന്ന് പകർത്തിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സുൽത്താൻ മൗലെ സുലൈമാന്റെ കാലത്ത് 1808-ലാണ് ഇതിന്റെ നിർമ്മാണം. വിക്ടോറിയ ചർച്ചിൽ നിന്നും ഒരൽപ്പം അകലെയാണെങ്കിലും 35 മീറ്റർ ഉയരമുള്ള ഈ മസ്ജിദിന്റെ മിനാരം വളരെ ദൂരത്തുനിന്നേ കാണാനാവും. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ജേർണിസ്റ്റ് ടിറ്റുവാനിലെത്തിയത്. ജുമാ നമസ്കാരത്തിന് മറ്റെങ്ങും പതിവില്ലാത്ത വിധം 3 ബാങ്കുകൾ വിളിക്കുന്നതാണ് ഇവിടുത്തെ ശൈലി. പ്രാർത്ഥനകൾക്കല്ലാതെ വിനോദസഞ്ചാരികൾക്ക് കയറിക്കാണാൻ തുറന്നു കൊടുക്കാത്തവയാണ് പൊതുവെ മൊറോക്കോയിലെ പള്ളികളെല്ലാം തന്നെ. അതേസമയം കേരളത്തിലെയും മറ്റും പൊതുരീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ സ്ത്രീകൾക്ക് മസ്ജിദിനകത്തേക്ക് പ്രവേശനം നൽകുന്നുണ്ട്. ഈ മസ്ജിദിൽ നിന്ന് ഒരൽപ്പം അകലെയാണെങ്കിലും ഇവിടുത്തെ ഖബർസ്ഥാൻ കാണേണ്ട ഒരിടം തന്നെയാണ്. ഒരൽപ്പം വിരോധാഭാസമോ വിചിത്രമോ ആയി തോന്നിയേക്കാം. ജേർണിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ടിറ്റുവാനിൽ നിന്നും പകർത്താനാവുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണിത്. നഗരത്തിന്റെ നിറം തന്നെയാണ് ഖബർസ്ഥാനിനുമുള്ളത്. ഒരു വലിയ കുന്നിൻ ചെരുവിൽ നിറയെയുള്ള ഈ വെളുത്ത അടയാളക്കല്ലുകൾക്കിടയിൽ സ്പെയിനിൽ നിന്ന് വന്ന ആദ്യപിതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെന്നാണ് നഗരവാസികൾ പറയുന്നത്. അവരുടെ ഖബറുകൾ പക്ഷേ തിരിച്ചറിയാവുന്ന രൂപത്തിൽ എവിടെയുമില്ല. എന്തായാലും പല നൂറ്റാണ്ടുകളായി മരണപ്പെട്ടവർ ഈ ഒറ്റ ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യപ്പെട്ടത്. മിക്ക മൊറോക്കൻ നഗരങ്ങളെയും പോലെ ടിറ്റുവാനും അതിൻ്റെതായ കസ്വയുണ്ട്, അതായത് കോട്ടനഗരി. കസ്വക്കകത്താണ് പഴയ മാർക്കറ്റ്. പുറമെ നിന്നും നോക്കുമ്പോൾ വെളുത്ത കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചെറിയൊരു കുന്നാണിത്. കസ്വയുടെ താഴ്ഭാഗത്ത് മദീനയുടെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അത് അവസാനിക്കുന്നിടത്താണ് ഇവിടുത്തെ ടാനറി. പക്ഷെ ചുരുക്കം ചില യൂണിറ്റുകൾ മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. മൊറോക്കോയിലെ മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് തുകലുൽപ്പന്നങ്ങൾക്ക് ഏറ്റവും വിലക്കുറവ് അനുഭവപ്പെട്ട നഗരമായിരുന്നു ടിറ്റുവാൻ. നഗരചത്തുരത്തിൽ വൈകുന്നേരമാവുമ്പോൾ അസാധാരണമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മറാക്കിഷിലെയോ ഫെസ്സിലെയോ മെക്കൻസിലെയോ പോലെ പാമ്പാട്ടികളും കുരങ്ങു കളിക്കാരും നാടക്കുത്തു നടത്തുന്നവരും മറ്റും ഇവിടുത്തെ സ്ക്വയറിൽ കാണാനില്ല. താരതമ്യേന ശാന്തമായ അന്തരീക്ഷമായിരുന്നു മദീനയുടേത്. പൊതുവെ മൊറോക്കോയിൽ എല്ലായിടത്തും കഫേകൾ 2 വിധമുണ്ട്. അതിലൊന്ന് ബഹുരാഷ്ട്ര കുത്തക ബ്രാൻഡുകളിലുള്ള കോഫികൾ വിൽക്കുന്നവരുടേതാണ്. എന്നാൽ പുറമേക്ക് ബെഞ്ചുകളിട്ട നാടൻ കഫേകളാണ് ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളെന്ന് തോന്നും. മിക്ക കഫേകളോട് ചേർന്നും പച്ചിസി എന്ന ലുഡോ ഗെയിം കളിക്കുന്നവരെ കാണാം. ടിറ്റുവാൻ നഗരത്തിലെ സഞ്ചാരികളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരെ പൊതുവെ അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദീനയുടെ ഈ നടുമുറ്റത്തിരിക്കുമ്പോൾ ആളുകൾ പുഞ്ചിരിക്കുകയും സൗഹൃദം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മനോഹരമാണ് ടിറ്റുവാൻ. അങ്ങോട്ടേക്ക് മാത്രമായി യാത്ര പോകണമെന്നൊന്നും ജേർണിസ്റ്റ് പറയുന്നില്ല. പക്ഷെ ടാഞ്ചറിൽ നിന്നും ചെഫ്ചവാനിലേക്കുള്ള വഴിയിൽ ഒരല്പസമയം ഈ നഗരത്തിന് വേണ്ടിയും മാറ്റിവെക്കാം. ഇവിടെ നിന്ന് ഫെസ്സിലേക്ക് യാത്ര ചെയ്യാനും എളുപ്പമുണ്ട്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.